സിറ്റിയിൽ സോംബി വൈറസ് പടർത്തിയത് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. സിറ്റിയിൽ വാഹനങ്ങളിൽ പോലും യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം സോംബി വൈറസ് വ്യാപിച്ചിരിക്കുന്നു. പൊതുജനങ്ങൾ റോട്ടിലിറങ്ങരുത്. ഓ നോ, സിറ്റിയിൽ സോംബി വൈറസ്. സിറ്റിയിൽ സോംബി വൈറസ്. ഇവിടെ നിൽക്കുമ്പോഴേ സോംബിനെ ഒരാളെ എനിക്ക് കാണാം. സിറ്റിയിൽ സോംബി വൈറസ്. എന്തായാലും സോംബി വൈറസ് ഇവിടെ കൊണ്ട് പടർത്തിയത് നമ്മുടെ എനിമിയാണ്. അപ്പം എൻ്റെ മോനെ സീൻ സോംബി. ഭയങ്കര സീൻ കേട്ടോ. ഓക്കെ, ദെൻ നമ്മളൊരു സോംബിനെ നൈസായിട്ട് തട്ടി. നമുക്ക് വണ്ടിയെ കയറാം. നമ്മുടെ ന്യൂസിൽ കാണിച്ചത് വണ്ടിയിൽ പോകുന്ന ഒരാളെ വലിച്ച് ചാടിച്ച് സോംബി ആക്രമിക്കുന്നതാണ്. നമുക്ക് എന്തായാലും നൈസായിട്ടാണ് പോവാം. നമ്മളെ സോംബി ഒന്ന് അറ്റാക്ക് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഓ നോ, സോംബി ഇങ്ങോട്ട് വരുന്നടേ. സീൻ. ഇവിടെ നിറച്ച് സോംബീസ് ആയിട്ടോ. ഈ സോംബീസിൻ്റെ കൂടെ ഈ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്നെ കാണാനാണ് നടക്കുന്നത്. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സോംബീസ് പരമാവധി നോക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സീനായിട്ടിരിക്കുക ഇപ്പം സിറ്റിയിൽ. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പോലീസിൽ പോയി അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ എടുക്കാം. സോംബീസ് ഫുള്ളി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കും കേട്ടോ. നമ്മൾ സോംബീസിനൊന്നും തട്ടാതെ കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം. എങ്കിൽ നമുക്ക് പണിയാം കേട്ടോ. അതായത് നമുക്ക് സോംബീസിനെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഓ നോ, പോലീസ് സ്റ്റേഷനിലൊക്കെ സോംബീസാ. ബ്രോ സേഫ്റ്റി. ഓക്കെ, നമ്മൾ എന്തായാലും വണ്ടി ഇതിൻ്റെ അകത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ പോലീസുകാരും കാര്യങ്ങളൊക്കെ നമ്മൾ സോംബീസ് അറ്റാക്ക് ചെയ്തു. പോലീസുകാരും കാര്യങ്ങളൊക്കെ തടുത്ത് നിർത്തുന്നുണ്ട്. നമുക്ക് മണ്ടേ പോയി നമ്മുടെ ചീഫിനോടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കാം എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമോയെന്ന്. നമ്മൾ അന്വേഷിച്ചു, ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവനുണ്ടല്ലോ, എന്നോടുള്ള വാശിക്കാണ് ഈ സിറ്റി മുഴുവൻ സോംബി വൈറസ് സ്പ്രെഡ് ചെയ്തേക്കുന്നത്. എന്തുട്ടാ അവസ്ഥയെന്ന് നോക്കണേ. എന്നോടുള്ള ശത്രുക്ക് ഇവൻ സിറ്റി മുഴുവൻ സോംബി വൈറസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തേക്കുന്നത്. എന്തുട്ട് പണിയാ ഇവൻ കാണിച്ചേ. എന്തായാലും നമുക്ക് അവനെ കാര്യങ്ങളൊക്കെ തൂക്കണം. എന്തായാലും അവൻ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അവൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് അവൻ ഇവിടെ അടുത്തൊരു വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ പോയിന്ന് സ്കെച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് നമുക്ക് അവൻ്റെ ഫാമിലീനെ കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് നമ്മുടെ പോലീസുകാരുടെ കയ്യിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവനെ ഭീഷണിപ്പെടുത്തിയേ ഇതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അവനെ ഇവിടെ എടുത്തേക്കുന്ന വീടെന്ന് പറയുന്നത് ഈ വീടാണ്. നമ്മളെന്തായാലും അവൻ കാണണ്ട. എങ്കിൽ അവന് മനസ്സിലാവും നമ്മൾ അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്ന്. ആകെ സീനായിട്ടിരിക്കട്ടോ സിറ്റിയിൽ. സോംബീസിനെ കാരണം നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ഓടിക്കാനും പറ്റണില്ല. ഇവൻ എന്തൊട്ട് പണിയാണ് ഈ കാട്ടിയത്. എന്തായാലും നമുക്ക് ഇപ്പടിച്ചനെ ഇടിച്ച് ഓക്കെ. നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പോയിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്ത് നൈറ്റ് അവൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ തട്ടി പോലീസുകാരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാം. നമ്മൾ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് നന്നാക്കിയായിരുന്നു. ഗ്രീൻ കളർ ഒഴിച്ചു. എന്തായാലും ഇനിയിപ്പം കാറിന് എന്തായാലും പറ്റിയ വർക്ക്ഷോപ്പൊന്നും ഇല്ല. വർക്ക്ഷോപ്പെല്ലാം ക്ലോസ് ചെയ്തേക്കാണ്. നമുക്കിനിയിപ്പോൾ കാറൊക്കെ സൂക്ഷിച്ച് ഓടിക്കണം. നമുക്ക് നേരെ വിട്ട് പോവാം. ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഓരോന്ന് വരുമല്ലോ. നമുക്ക് നേരെ പോയിട്ട് കിഡ്നാപ്പ് ചെയ്യുക. ഇവർക്കൊന്നും ഒരു പേടിയില്ലടേ ഈ സോംബികളുടെ ഇടയിൽ കൂടെ നടക്കുന്ന. എൻ്റെ അമ്മച്ചേ, കാറിൻ്റെ കാര്യത്തിൽ തീരുമാനം കേട്ടോ. ഫസ്റ്റ് ടൈം പണി കിട്ടി. എന്തായാലും നമുക്ക് ഇതിപ്പോൾ എങ്ങോട്ടേ ഈ കാറ് പോണേ. കാറിന് സോംബിനെ കണ്ടിട്ട് പേടിക്കുകയാണ്. അത് എൻ്റെ കൈ വിറക്കണതാണ്. എൻ്റെ കേട്ടെ. എന്തായാലും നമ്മളിപ്പം നേരെ പോണത് അവൻ്റെ വീട്ടിലോട്ടാണ്. അവനിപ്പോൾ അവിടെ ഇല്ലെന്നാണ് നമ്മുടെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് കിട്ടിയേക്കുന്ന കാര്യം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫാമിലീനെ ഇപ്പം കളപട എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടാൽ പോരാ. നമ്മളെന്തായാലും വണ്ടി അവൻ്റെ വീട്ടു വളപ്പിലോട്ട് കയറ്റി പാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സബാഷ്, മികച്ച പാർക്കിംഗ്. ഈ വർഷത്തെ മികച്ച പാർക്കിങ്ങിനുള്ള അവാർഡ് എനിക്ക് തന്നെ ലഭിക്കാം. എന്നിട്ട് നമ്മളിവിടെ വണ്ടി കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. വണ്ടി കൊണ്ടിറക്കിയപ്പോഴത്തേക്കും കഴുപ്പ് പിടിച്ച സോംബി വന്ന്. ഇവനൊക്കെ എന്നത്തിൻ്റെ കടി ഇനിയിപ്പോൾ പെരക്കകത്തോട്ട് കയറി വരുമോ?
പെരക്കകത്തോട്ട് കയറി വരുമോ? ഇല്ല. ആ ഞാൻ എൻ്റെ എത്ര പെട്ടെന്ന് ഓടി ഇവിടെ കയറിയ എന്താ? യു നോ 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 നോ. അവൻ്റെ ഫാമിലി അവിടെ ഉണ്ട്. അവരെ തൂക്കി നമുക്ക് ഉള്ള പൊട്ടിട്ട് നമുക്ക് പോവാം. നമ്മൾ അവൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ തൂക്കി ഉള്ള പൊട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ പുറകിൽ ഡിക്കിയിലുണ്ട്, കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പം പോലീസുകാരുടെ അടുത്ത് കൊണ്ട് അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് നൈസായിട്ട് മുങ്ങാം. അവനെ തിരിച്ച് വേണമെങ്കിൽ, അവൻ്റെ ഫാമിലീനെ തിരിച്ച് വേണമെങ്കിൽ അവൻ ഫോർമുല തരണമെന്ന് പറയാം. ലേറ്റഡാ മുമ്പിൽ സോംബി ഉണ്ടായിരുന്നു. ഐ സോറി സോംബിളിയ. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ ഫാമിലീനെ അങ്ങ് ഏൽപ്പിച്ചേക്കാം. നമ്മുടെ കൈ വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. വാട്ട് എ വണ്ടർഫുൾ കറക്കല്ലേ. റിവേഴ്സ് എടുക്കാം. ഇടീ അണ്ണാക്കി വന്ന് കയറിയിട്ട് പിന്നെ എന്നെ ഒന്നും പറഞ്ഞേക്കില്ല കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പാർക്ക് ചെയ്ത പോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇല്ലെങ്കിൽ നല്ല എന്താ ഇപ്പം ഉണ്ടായ എൻ്റെ ഡോറും കൂടെ ഉണ്ടായിരുന്ന ഡോറും കൂടെ പറഞ്ഞു പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. അവൻ്റെ ഫാമിലിനെ കൊണ്ട് നമുക്ക് മണ്ടൊരു ചീഫിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. അരെ സാർ, ഫാമിലിയിലേക്ക് ആവൂ. ഇവിടെ ഉള്ളൊരു ബംഗാളി സാറാ. ഞാൻ എന്നത്തിന് ഇപ്പോൾ ഇവിടെ കിടന്ന് ഫൈറ്റ് അടിക്കണേ. സാർ ആ ഫാമിലിനായിട്ട് വരും, നമുക്ക് ചീഫിനോട് സംസാരിക്കാം. നമ്മളങ്ങനെ ചീഫിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവനെ വിളിച്ചു. അവൻ പറഞ്ഞത് അവനെ എന്നെ മീറ്റ് ചെയ്യണമെന്നാണ്. എന്നെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോംബി വൈറസിനുള്ള ഫോർമുല എൻ്റെ കയ്യിൽ നിന്ന് തരാമെന്ന്. അതിന് മുമ്പ് നിനക്ക് 5-6 അടി തരേണ്ടി അത്യാവശ്യമാണ്. നിനക്കട്ടെ ഞാൻ തരടാ. ഇവിടെ ചില്ലായതുകൊണ്ട് ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ. പക്ഷെ ഇവൻ എന്നെ എന്തായാലും തല്ലാൻ പറ്റുന്നത്? അത് ചീറ്റിങ്. ദിസ് ഈസ് റോങ്. നേരെ നമുക്ക് നേരെ അവൻ പറഞ്ഞേക്കുന്ന സ്ഥലത്തേക്കാണ് പോവാം. ഓക്കെ, പറപ്പിച്ച് പോവാം. എന്നതാണ് എടാ, നിന്നെയൊക്കെ ഞാൻ തീർക്കൂടാ ഇന്ന്. നിന്നെയൊക്കെ ഞാൻ തീർക്കും. കാരണം മുമ്പിലോട്ട് വാ. അല്ല പിന്നെ നമുക്ക് നേരെ അവൻ പറഞ്ഞേക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഇതാരടാ? അയ്യോ, എൻ്റെ വണ്ടിയുടെ അടപടല ഇളകുന്ന എന്തുട്ടറേ ഇത്? ഇതെന്നെ സർക്കസ് കാണിക്കുന്നത്? ഇതെന്നെ സർക്കസുകാരൻ്റെ വണ്ടിയായിരുന്നു. അല്ല, ഞാനിപ്പം മേടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞത്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവനെ കാണാം. നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ കാണാം. ഇതിൻ്റെ അകത്തൊരു സോംബി നിൽപ്പുണ്ട്. നമുക്ക് സോംബിയുടെ കാര്യത്തിലൊരു തീരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇവന്മാർ കുറേ നാളായി എന്നെ മൂഞ്ചിക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ ഇന്നിങ്ങനെ തീർക്കൂടാ. അയ്യോ സോംബി അടപടല ഇളകി എൻ്റെ നേരെ വരുന്നേ. അയ്യോ നട്ടൊരു ഒട്ടി വരണേ. പോടാ പട്ടി സോംബി. അവനെ തീർത്ത്. ഇത് മുഴുവൻ അവൻ്റെ ആൾക്കാരാണ് ഗൈസ്. നമുക്ക് അവനെ തീർക്കണം. നീ മുഴുവൻ ഇവൻ്റെ ആൾക്കാരല്ലടാ. പറയടാ, സത്യം പറയടാ. ഞാൻ ഇവന്മാരെ കൊന്ന. ഇവന്മാരെങ്ങനെ സത്യം പറയാനാണ്? അല്ലെ ഇവന്മാർ സോംബികളല്ലേ? ഇവന്മാർക്ക് മിണ്ടാൻ പറ്റുമോ? അതിനുള്ള കഴിവില്ലല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ സോംബി പടയനും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി അവനെ കാണാം. അവൻ വരും. കമ്മിങ്. അഗടി വന്നല്ലോ. അവൻ്റെ അടുത്ത് പോയിട്ട് അവനോട് ചോദിക്കാൻ എന്തുട്ടിനാണ് ഇമ്മാതിരി പരിപാടി കാണിച്ചിരുന്നത്. എടാ, നീ എന്തുട്ടിനാടെ ഇമ്മാതിരി പരിപാടി കാണിച്ചത്? എനിക്കെന്റെ റോൾസ് റോയ്സ് കാർ വേണം, അതിന് വേണ്ടിയാ. നീ അല്ലേ അത് മോഷ്ടിച്ചോളൂ. അതിന്റെ പ്രതികാരമായിട്ട് കൂട്ടിവെച്ചാൽ മതി. നാളെ നിന്റെ വീട്ടിൽ റോൾസ് റോയ്സ് കാർ എത്തും. ഓക്കെ. യെസ്, അങ്ങനെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ആ പൊട്ടൻ അവൻ്റെ ആ റോൾസ് റോയ്സ് കാറിന് വേണ്ടിയായിരുന്നു ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയത്. എന്തുകൊണ്ടും മനുഷ്യനല്ലേ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സൈനിങ് ഔട്ട്, DJ 2.0.